ഹലോ ഗൈസ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഓരോ വരികൾ ഇങ്ങനെ പറഞ്ഞു നോക്കുവാണ് കേട്ടോ, സിനിമയിലെ പോലെ ഇഷ്ടം പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഗോവിന്ദനെ പറയാം, ഇത് എന്ത് കോപ്പായി പറയുന്നത്, ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. ആ സമയത്ത് ഗീതു ഇങ്ങനെ എഴുതും, പേപ്പർ വലിച്ചെറിയും, പിന്നെ എഴുതും. അവസാനം ഗോവിന്ദ് ഇങ്ങനെ മനസ്സുറക്കുവാണ് കേട്ടോ. നിന്നെ എന്ത് പറഞ്ഞ് വിളിക്കണം എന്ന് എനിക്കറിയില്ല, എന്ത് പറഞ്ഞ് വിളിക്കണം എന്നറിയണമെങ്കിൽ നീ എൻ്റെ ആരാന്നറിയണം എന്ന് പറഞ്ഞ് പിന്നെ അതോട് ചേർത്ത് ഇഷ്ടം പറയുവാണ്. എന്നിട്ടത് റെക്കോർഡ് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ ആ സമയത്ത് ഗീതു ലെറ്റർ എഴുതി പൂർത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് ഗീതു വാർഡ്രോബ് പറഞ്ഞിട്ട് ആദ്യം വാർഡ്രോബിൻ്റെ അകത്തോട്ട് വെക്കാൻ വേണ്ടി പോവും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഗീതു പറയും, ഇതിൻ്റെ അത് വെക്കണ്ട, ബാക്കിയെല്ലാം അതിൻ്റെ അകത്തുണ്ടല്ലോ. ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്ന് വാഷ്റൂം എന്നൊക്കെ എഴുതി വാഷ്റൂമിൻ്റെ അങ്ങോട്ട് ആരൊക്കെ ഇടും കേട്ടോ, മുറിയിൽ നിന്ന്. എന്നിട്ട് ട്രഷർ ഹണ്ട് പോലെ ഗീതു ലെറ്റർ കൊണ്ട് വാഷ്റൂമിൻ്റെ അകത്തെ ചില്ലിൻ്റെ അടുത്തുകൊണ്ട് ഒട്ടിച്ച് വെക്കുവാണ് കേട്ടോ. ആ സമയത്ത് അയ്യപ്പേട്ടൻ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുവാണ്. അയ്യപ്പേട്ടൻ നോക്കുമ്പോൾ ഗോവിന്ദനെ വണ്ടിക്കകത്ത് കാണുമല്ലോ കേട്ടോ. അപ്പോഴേക്കും അയ്യപ്പേട്ടൻ ചോദിക്കും, കഴിഞ്ഞോ കുഞ്ഞെ, ഇഷ്ടം തുറക്കാനുള്ള ഐഡിയ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പെൻഡ്രൈവ് എടുത്ത് കാണിക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഇതിൻ്റെ അകത്തുണ്ട് എൻ്റെ മനസ്സ്, ആ ഇഷ്ടം ഞാൻ അവളുടെ മുമ്പിൽ മാത്രം തുറക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അയ്യപ്പേട്ടൻ ചോദിക്കുന്നുണ്ട്, അതെന്താ വർത്താനോ കുഞ്ഞെ, ഇത്രയും നാൾ കൂടെ നിന്ന് ഞാനപ്പോൾ അന്യനായോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അയ്യപ്പേട്ടന് അന്യനൊന്നുമല്ല, പക്ഷേ ഇത് അവൾക്ക് മാത്രം കേൾക്കാനുള്ള. അന്ന് കാട്ടിൽ ഞാനും അവളും തനിച്ചായ സമയത്ത് അവൾ പറഞ്ഞിട്ട് ഞാനൊരു പാട്ട് പാടിക്കൊടുത്തു. അപ്പോൾ ആ പാട്ടിലെ വരികൾ കേൾക്കുമ്പോൾ അവൾക്ക് അന്നത്തെ കാട്ടിലെ കാര്യമൊക്കെ ഓർക്കണം, എൻ്റെ കൂടെയുള്ള ജീവിതം അതുപോലെ തന്നെ സുന്ദരമായ ഓരോ നിമിഷങ്ങളായിരിക്കും എന്ന് അവൾക്ക് ഓർമ്മ വരണം. അത് കഴിയുമ്പോൾ എൻ്റെ ഇഷ്ടം അവൾ ഈ വരികളിലൂടെ മനസ്സിലാക്കും. അതാണ് ഞാൻ ഈ പെൻഡ്രൈവിൽ ചെയ്തു വെച്ചേക്കുന്നതെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ അയ്യപ്പേട്ടൻ പറയാം, പൊളിച്ചു കുഞ്ഞെ, നമുക്ക് നോക്കാം, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോവാം, ഗീതു കുഞ്ഞിൻ്റെ റിപ്ലൈ എന്താണെന്ന് അറിയണ്ടേ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പം ഗോവിന്ദ് പറയാണ്, നേരെ ഞാനും അതിന് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞ് ഗോവിന്ദും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അതേ സമയത്ത് കാഞ്ചന മുറിയിലോട്ട് വരുമ്പോഴേക്കും ഗീതു അവിടെ ആടിപ്പാടി ഡാൻസൊക്കെ കളിച്ച് നിൽക്കുവാണ്. അപ്പം കാഞ്ചന ഈ വാഷ്റൂം എന്നുള്ള ബോർഡ് കാണും കേട്ടോ. അപ്പോൾ കാഞ്ചന ചോദിക്കുക, ഇതെന്താ ഗോവിന്ദ വാപ്പയ്ക്ക് അറിയത്തില്ലേ വാഷ്റൂം അതെന്ന് എന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഗീതു പറയാം, അതൊക്കെ അറിയാം എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കാഞ്ചനയുടെ കൈ പിടിച്ച് ഡാൻസ് കളിക്കുന്ന സമയത്ത് കാഞ്ചന പറയാം, ഗീതുവിൻ്റെ ഫ്രണ്ട് ഐശ്വര്യലക്ഷ്മി വന്നിട്ടുണ്ടെന്ന് പറയും, പോപ്പ് സിംഗർ. അപ്പോഴത്തേക്കും ഗീതു ചോദിക്കുക, ഐശ്വര്യലക്ഷ്മി എൻ്റെ പോപ്പ് സിംഗർ അല്ലല്ലോ, സിനിമാ നടിയല്ലേ, പിന്നെ എനിക്ക് അങ്ങനെ പേരുള്ളൊരു പോപ്പ് സിംഗറിനെ അറിയത്തുമില്ല, എനിക്ക് ഫ്രണ്ടും അല്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പറയും, മലയാളത്തിലെ ഒരു പാട്ട് പാടുന്നൊരു പുള്ളിക്കാരി എന്ന് പറയുമ്പോഴേക്കും ഗീതു, അയ്യോ വിജയലക്ഷ്മി അമ്മയോ എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും കാഞ്ചന, അതെ അത് അവർ തന്നെ എന്ന് പറയാം. അപ്പോഴേക്കും പുള്ളിക്കാരി ഗീതു മുറിയിൽ നിന്ന് ചാടി ഓടി താഴോട്ട് പോവാണ്, ഫോണും എടുത്തു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവനിപ്പം കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദൻ ആകെ വയലൻ്റ് ആവുമോ എന്നൊക്കെ ചോദിച്ച് താഴെ ചെല്ലുമ്പോഴത്തേക്കും വിജയലക്ഷ്മിനകത്തെ കയറ്റാതെ രാധികയും വരണൂടെ വീണ്ടും മുമ്പിൽ നിൽക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും വിജയലക്ഷ്മി പറയുന്നുണ്ട്, നിൻ്റെ ഇതൊന്നും എനിക്ക് വേണ്ട അകത്തോട്ട് കയറാൻ വേണ്ടി, പിന്നെ നീ കയറി പോലെ കയറാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കത്തുമില്ല എന്ന് പറയുമ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട്, നിങ്ങളിവിടെ ആരെ കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രഞ്ജു അകത്തെന്ന് പറയുന്നുണ്ട്, എന്നെ കാണാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വരുൺ രഞ്ജു നിങ്ങൾക്ക് പറയുന്നുണ്ട്, ഞങ്ങളുടെ വീടിന് മുമ്പിൽ വന്ന് ഓരോന്ന് പറയാതെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട്, നിനക്കൊരു കഥ അറിയാതെ ആട്ടം കാണുന്നവനാണ് നീ മിണ്ടാതിരിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് രഞ്ജു പറയുന്നുണ്ട്, എൻ്റെ അമ്മയോട് ഇങ്ങനെയൊന്നും പെരുമാറുന്നത് എനിക്കിഷ്ടമല്ല എന്ന് രഞ്ജുവും തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരിങ്ങനെ പരസ്പരം വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗീതു അങ്ങോട്ട് വരുന്നു കേട്ടോ. ഗീതു അങ്ങ് വന്നിട്ട് വിജയലക്ഷ്മി അമ്മയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കും, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും വിജയലക്ഷ്മി പറയും, നിൻ്റെ അമ്മായിയമ്മ എന്നെ വീട്ടിൽ കയറ്റുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ വിജയലക്ഷ്മിയുടെ അടുത്ത് പയ്യെ ചേർന്ന് നിന്ന് ഗീതു പറയുവാണ്, അതിന് എൻ്റെ അമ്മായിയമ്മ ഇതല്ലേ, ഈ അമ്മായിയമ്മ അകത്ത് കയറ്റാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ കഷ്ടപ്പെടുന്നേ, ആ അമ്മായിയമ്മയോട് പോകാൻ പറ എന്നിങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ ഗീതു ചോദിക്കുക, അല്ല ഇവിടെ എന്ത് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാവുന്നത് എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. ആ സമയത്ത് വരുണൊന്നും മിണ്ടുന്നില്ല, രാധിക ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ പയ്യെ ഫോൺ പൊക്കി പിടിച്ചിട്ട് രാധികനെ നോക്കിയിട്ട് ഗീതു പറയാം, ഞാനൊരു വീഡിയോ ഗോവിന്ദേട്ടനൊന്ന് അയക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരുടെ വീഡിയോ ഒന്നും ഗീതുൻ്റെ കയ്യിലില്ലെന്ന് അറിയാമായിട്ടും രാധിക പെട്ടെന്നൊന്ന് ഞെട്ടുവാണ് കേട്ടോ. എന്നിട്ട് വരുണിനെ ഇങ്ങനെ നോക്കുവാണ്. ആ സമയത്ത് വരുൺ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നീ അയക്കടി, നീ ആർക്കാന്ന് വെച്ചാൽ അയക്ക്, കാരണം വേറെ വീഡിയോ ഒന്നും ഇല്ലെന്ന് അറിയാവുന്നതുകൊണ്ട് വരുൺ അങ്ങനെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് രാധിക എങ്കിലും പറയുന്നുണ്ട്, വേണ്ട വരുൺ, നീ ചെന്ന് വിജയലക്ഷ്മിനകത്തേക്ക് സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയെന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് കണ്ണുകൊണ്ട് എന്തോ കാണിക്കുവാണ്. ആ സമയത്ത് വരുണകത്തേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് വിജയലക്ഷ്മിയോട് രാധിക പറയുവാണ്, നീ ഇവിടെ വന്നതല്ലേ, നിന്നെ ഒന്ന് സ്വീകരിച്ചു വേണ്ടേ അകത്തോട്ട് കയറ്റാൻ വേണ്ടിയിട്ട്, അങ്ങനെ സ്വീകരിച്ച് ആനയിച്ച് തന്നെ ഞാൻ കയറ്റാം എന്ന് പറയുവാണ് കേട്ടോ. അതൊരു അർത്ഥം വെച്ചൊരു സംസാരമാണ്. അത് കേൾക്കുമ്പോഴേക്കും വിജയലക്ഷ്മിക്ക് എന്തോ ഒരു
പന്തിയോട് തോന്നും. പക്ഷെ ഒന്നും പ്രത്യേകിച്ച് കാണിക്കുമല്ലോ കേട്ടോ. അവിടെ തന്നെ രഞ്ജുവും ഗീതുവും ഉണ്ട്. ഗീതു ഇങ്ങനെ ആലോചിച്ച് നിൽക്കും ഇവരെന്താ ഈ പറയുന്നതിന് അർത്ഥം എന്നുള്ള രീതിയിൽ. അങ്ങനെ എല്ലാവരും അവിടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.